കാണാൻ പറ്റുമെന്നറിയില്ല. Oh my God. വൈകുന്നേരത്തോടുകൂടി ട്രെയിൻ സ്റ്റേഷനിലെത്തിയപ്പോഴാണ് അറിയുന്നത് ഇനി ട്രെയിൻ രാത്രിയേ ഉള്ളൂ. ഗൈഡിന് ചെറുതായിട്ടൊന്ന് ടൈം മാറിപ്പോയി. സാരല്ല, റെസ്റ്റോറൻറ്റ് കാഴ്ചകളൊക്കെ കണ്ട് അവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വരുമ്പോഴാണ് കുട്ടിപ്പട്ടാളങ്ങൾ എവിടെന്നെയോ ഒരു പൂജയെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിന് കുറച്ച് പുന്നാരിപ്പിച്ച് ബാക്കി കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ കഴിഞ്ഞ്, പറയാണ്ട് വയ്യട്ടോ, കുറച്ച് കോസ്റ്റ്ലിയാണേ. അതെല്ലാം കഴിഞ്ഞ് വീണ്ടും രാത്രിയിൽ തിരിച്ചെത്താം എന്നുള്ള ശുഭപ്രതീക്ഷയിൽ ഞങ്ങൾ പോയി. ദാണ്ടട കിടക്കുന്നു. ഗ്രാബ് ഡ്രൈവർ ഞങ്ങളെ എവിടെയോ ഇറക്കി വിട്ടു. ഈ ചേട്ടന്മാരോട് ഞങ്ങൾ പറയുന്നതും ആ ചേട്ടന്മാരും ഞങ്ങളോട് പറയുന്നതും മനസ്സിലാകുന്നില്ല. ട്രെയിൻ എത്താൻ സമയമായി. ട്രെയിൻ പോകുന്നതിന് മുന്നേ ഞങ്ങളെല്ലാവരും ഓടുവാണ്. ട്രെയിനാണോ ആദ്യത്തുനിന്ന് ഞങ്ങളാണോ ആദ്യത്തെന്നുള്ള ഒരു ഓട്ട മത്സരമായിരുന്നു. ഓ, കിട്ടിപ്പോയി. വാലെങ്കിൽ വാല്. മടുത്ത് കേട്ടോ ശരിക്കും. ഇനി കുറച്ച് വിശ്രമമാവാം. അപ്പം നോക്കുമ്പോൾ എന്താ നീണ്ടു നിവർന്ന് കിടക്കുന്ന റെയിൽവേ ട്രാക്ക്. എന്നാൽ പിന്നെ അതിൻ്റെ മേലെ ആവാം. ഒട്ടും കുറക്കണ്ട, എനർജിക്ക് ഒരു കരിക്കുവാകും. ഇവിടെ ഈ കഫേയുടെ സൈഡിലൊക്കെ ആയിട്ട് ട്രെയിൻ ഷെഡ്യൂൾ ടൈം എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഉണ്ട് തൊട്ടടുത്ത് തന്നെ ഒരു ട്രെയിനും കൂടി വരുന്നുണ്ട്. അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സാണ് ഇപ്പോൾ കാണുന്നത്. ഇവിടെ റെസ്റ്റോറൻറ്റ് സ്റ്റാഫൊക്കെ തന്നെ നമ്മളെ അറേഞ്ച് ചെയ്ത് ഇരുത്തുന്നുണ്ട്. ഇവിടെ സൈഡിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇവരോട് സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ വാങ്ങണം കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോൾ ദാണ്ടട വരുന്നു. കാര്യം എന്തൊക്കെ പറഞ്ഞാലും ട്രെയിനിൽ എത്രയൊക്കെ കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞാലും ട്രെയിൻ ഇങ്ങനെ നമ്മുടെ തൊട്ടടുത്തൂടെ തൊട്ടില്ല എന്നും പറഞ്ഞ് പോകുന്നത് ഒരു നെഞ്ചിടിപ്പ് തന്നെയാണ്. അത് മാത്രമല്ല, ചുറ്റും കടകളും കച്ചവടക്കാരും അവർ കാത്തിരിക്കുന്ന നമ്മളും ഒരു കാഴ്ച തന്നെയാണ്. തിരികെ പോരുമ്പോഴും അടുത്ത ട്രെയിനിലായുള്ള അവരുടെ കാത്തിരിപ്പ് അങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു.